ലോക സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ദൂരേക്കൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള കാഴ്ചകളിലേക്കാണ്. ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ആസ്പരാഗസ് ചെടികൾ വികൃതമായി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയെന്നല്ലേ? കഴിഞ്ഞ മാസങ്ങളിലെ കൊടും ചൂട് ആസ്പരാഗസ് ചെടികളെ ഡ്രസ് ചെയ്താൽ ഒരു പക്ഷേ ആ ചെടികൾക്ക് താങ്ങാനാകുന്നില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവയെ ഡ്രസ് ചെയ്ത് നിർത്താതിരുന്നത്. 2-3 മാസത്തിലൊരിക്കൽ കട്ട് ചെയ്ത് വളരെ ഭംഗിയാക്കി നിർത്തിക്കൊണ്ടിരുന്ന ചെടികളാണ് ഇന്ന് ഇങ്ങനെ വികൃതമായി നിൽക്കുന്നത്. മഴയ്ക്ക് ശേഷം, മഴ പിടിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങളായി ഇവയെ ഒന്ന് ഭംഗിയാക്കി നിർത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴയും തന്നെയുമല്ല സമയക്കുറവും ഉള്ളതുകൊണ്ട് ആണ് ഇത്രയ്ക്കും വൈകിയത്. എന്നാൽ ഇന്നൊരു ദിവസം ഇന്നലെ തന്നെ തീരുമാനിച്ചു, ഇന്ന് മഴ അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമല്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ ഈ ചെടികളെ ഒന്ന് കൃത്യമായി ഡ്രസ്സ് ചെയ്ത് പരിപാലിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ മെല്ലെ അത്തരം പരിപാടികളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നാം ഇതെന്ത് കാണാനാണ് എന്നുള്ളത്. പക്ഷേ ഈ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് പോലെയല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. എന്നെ സംബന്ധിച്ച് ചെടികൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. ഒരുപാട് ചെടികളും കൊച്ചു കൊച്ചു കൃഷിക്കാര്യങ്ങളുമൊക്കെ യഥേഷ്ടമുണ്ടായിരുന്ന വീടായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിന് തന്നെ അങ്ങനെ ഒരു പേര് ഞാൻ കൊടുക്കാൻ കാരണം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കൃഷിപ്പണികളൊക്കെ കുറച്ച് കുറഞ്ഞു വന്നു. അതിന് പല പല കാരണങ്ങളുണ്ട്, മനുഷ്യനല്ലേ. അങ്ങനെ ഇന്ന് ഞാൻ ഈ ചെടികളെ എന്തായാലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇവ തരുന്ന സന്തോഷം അത്രയ്ക്ക് വലുതാണ്. ഇവയെ കൃത്യമായി കട്ട് ചെയ്ത് പരിപാലിച്ച് അവയുടെ കേടുപാടുകളൊക്കെ തീർത്ത് ഇടയ്ക്കിടയ്ക്ക് അവയെ താലോലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചെടികൾ വളർത്തുന്നവരെ സംബന്ധിച്ചറിയാം. പെറ്റായിട്ടുള്ള മൃഗങ്ങളെ വളർത്തുന്നവരും ചെടികളെ വളർത്തുന്നവർക്കുമൊക്കെ ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഞാൻ ഓരോ സൈഡിൽ നിന്ന് ഓരോന്നായി ഡിസൈനൊക്കെ ഇട്ടിരുന്നതെല്ലാം കവർ ചെയ്ത ചെടികളെ മെല്ലെ കട്ട് ചെയ്ത് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയതാണ്, ഉച്ചയായിട്ടും അവ തീർന്നില്ല. ഇന്ന് 4 മണി വരെ ആയാലും തീരില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് കൈ വേദനിച്ചിട്ട് അല്പം റെസ്റ്റ് എടുക്കുകയും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് വീണ്ടും പണികൾ തുടരുകയാണ്. ചെടികളെ നമ്മൾ ഏത് വിധേനയും നമുക്ക് ചെടികളെ പരിപാലിച്ച് നിർത്താം. അവ മതിലിലായാലും ചട്ടികളിലായാലും ടെറസിൻ്റെ മുകളിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് ചെടികളെ വളർത്താം. പക്ഷേ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള ചെടികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വസ്തുത. എന്നെ സംബന്ധിച്ച് ഈ മതിലിൽ ഇങ്ങനെ ചെടികൾ കയറി നിൽക്കുമ്പോൾ മൊത്തത്തിൽ ഒരു പച്ചപ്പായി നിലനിൽക്കുകയും അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ മതിലിൽ ചെടികൾ പിടിപ്പിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ചില സ്പ്രേകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴക്കാലം വന്നതോടുകൂടി ഇനി അതെല്ലാം പുതുതായി കിളർത്ത് വരികയും ചെയ്യും. വേനൽ കടുക്കുമ്പോഴാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾ വരികയും ചെടികൾ ഓരോ പാട്ടായിട്ട് ഉണങ്ങി പോകാനൊക്കെ തുടങ്ങുന്നത്. മഴ യഥേഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ ചെതലും മറ്റു കാര്യങ്ങളും ഒക്കെ നശിക്കുകയും ചെടികളുടെ കേടുപാടുകൾ തീരുകയും ചെയ്യും. ഒരു ദിനം ഫുള്ളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെടികളെ പരിപാലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഒരുപാട് ചെടികൾ എനിക്കുണ്ടായിരുന്നു. 2000 വെറൈറ്റി ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്ന് ചെടികൾ വളരെ എണ്ണത്തിൽ കുറഞ്ഞിരിക്കുന്നു. ഇനി അത്രമാത്രം ചെടികളെ പരിപാലിക്കാൻ നമുക്ക് സമയവും ആരോഗ്യവും എല്ലാം പ്രധാനമാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് ഒതുങ്ങുന്ന ചെടികൾ വളർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം. അതിനാൽ
ഈ മതിലിലുള്ള ചെടികളെ നമുക്ക് ഒരിക്കലും കളയാൻ കഴിയില്ല. കാരണം അവ തരുന്ന സന്തോഷവും അവയെ പരിപാലിക്കലും വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഓരോ പാട്ടായിട്ട് ഓരോ സൈഡിൽ ഞാൻ ചെടികളെ പരിപാലിച്ച് പുല്ലെല്ലാം കൃത്യമായി കട്ട് ചെയ്ത് നിലത്തുള്ള ടാറിങ്ങിൻ്റെ പുറത്തുള്ള പുല്ലുകൾ പറിച്ചാൽ പറയില്ല, എന്നാലും നമുക്ക് കഴിയുന്നത്ര പറിച്ച് അവ ഭംഗിയാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ലാസ്റ്റ് അതിൻ്റെ കാലുകളുടെ മുകളിൽ എത്താതെ വന്നപ്പോൾ ലാഡറിൽ കയറി അതും കട്ട് ചെയ്ത് ഞാനിങ്ങനെ ഇന്നത്തെ ദിവസം, ഇപ്പോൾ സമയം ഏതാണ്ട് 3:45 മണിയോട് അടുത്തിട്ടുണ്ട്, ഞാൻ അതുകൂടെ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മഴക്കാറ് വന്നിട്ടുണ്ട്. അതാണ് വെളിച്ചക്കുറവ് വന്നിരിക്കുന്നത്. മഴ വല്ലാതെ സഹായിച്ചു. എല്ലാം കൊണ്ടും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെടികളെ മുഴുവൻ, ആ മതിൽ കെട്ട് മുഴുവൻ വൃത്തിയാക്കി അത് കംപ്ലീറ്റ് ഒതുക്കി ഭംഗിയാക്കി. ഇനി അതെല്ലാം ഒന്ന് വെട്ടിയിട്ട പീസുകളെല്ലാം അടിച്ചു വാരി അങ്ങ് പുറകിലെ തെങ്ങിൻ ചുവട്ടിലും മറ്റും കൊണ്ടുവന്നിടണം. അപ്പോൾ അതിനുള്ള പടപ്പുറപ്പാടാണ് ഇനി അടുത്തത്. അങ്ങനെ നമ്മൾ ആദ്യം കിടന്നതുപോലെയാണോ ഇപ്പോഴത്തെ മതിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. തന്നെയുമല്ല, അതിൻ്റെ അകത്ത് നിൽക്കുന്ന റെഡ് പാമ്പും അതുപോലെ എല്ലാ ചെടികളും വളർന്നു വലുതായി അത് മതിലിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാൻ. അപ്പോൾ ഇനി ഒരു ദിവസം അത്തരം ചെടികളെ ചുവടോടെ പിഴുതെറിഞ്ഞ് പുതിയവ നട്ട് കിളിർത്ത് കൊണ്ടുവരണം. അങ്ങനെ കാലത്തിനനുസരിച്ച് നമ്മൾ ചെടികളെ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും പ്രദാനം ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഞാൻ. ഇത് ഓരോ മൂലയും മുക്കും ക്ലിയറാക്കി കഴിയുന്നത്ര തരത്തിൽ വെട്ടി ഭംഗിയാക്കി ഞാനങ്ങനെ ആസ്വദിച്ചു കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്തിട്ടില്ല, എന്നാലും മഴക്കാറുണ്ട്, മൂടിക്കെട്ടി കിടക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പണി തീർത്തിട്ട് വേണം നമുക്ക് ഈ പണി നാളത്തേക്ക് ഇട്ടാലൊരു പക്ഷേ സമയം കിട്ടുകയില്ല. തന്നെയുമല്ല, ഒരു ദിവസം കട്ട് ചെയ്തില്ലെങ്കിൽ 2 വളർച്ചയിൽ അവ വ്യത്യസ്തമായി നിലനിൽക്കുന്നത് ഒരു അഭംഗിയായി തോന്നുകയും ചെയ്യും. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ചൂലുമായി അത്യാവശ്യം എല്ലാം അടിച്ചു വാരി വളരെ ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നീക്കിവെച്ചു. പുറത്തെങ്ങും പോയിട്ടില്ല. അതിനാൽ മാനസികമായും ആരോഗ്യപരമായും എല്ലാം വളരെ സന്തോഷം ലഭിച്ച ഒരു ദിവസമാണ്. സാധാരണയിൽ ഞായറാഴ്ചകളിൽ ഒന്ന് പുറത്തു പോവുകയും അല്ലെങ്കിൽ മാതാവിൻ്റെ അടുക്കലൊക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് എല്ലാ പതിവുകളും തെറ്റിച്ച് ചെടികളുടെ അടുത്ത് അങ്ങനെ കൂടി ഒരു ദിവസം മുഴുവനായും അതിനു വേണ്ടി വിനിയോഗിച്ചു. എല്ലാം കൊണ്ടും വലിയൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് പുതിയ പുതിയ പരിപാടികളിലേക്കും ഒക്കെ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ വീടിൻ്റെ വശങ്ങളും ഇതുപോലെ മഴക്കാലത്തിന് മുമ്പുള്ള ശുചീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം വർക്കുകളൊക്കെ പെൻഡിങ് കിടക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് പെൻഷനൊക്കെ ആയതിനു ശേഷം ഇത്തരം വേലകളും മറ്റും കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് യഥേഷ്ടം സമയമുണ്ട്. എങ്കിലും 1-2 പരിപാടികളിലേക്കും മാറിയത് കാരണം എന്നെ സംബന്ധിച്ച് ഇത്തരം പണികൾ കൃത്യതയോടെ ചെയ്യാൻ സമയം കിട്ടാറില്ല. കാരണം 1-2 കാര്യങ്ങൾക്ക് രാവിലെ തന്നെ പുറപ്പെടുന്നത് കൊണ്ട് ഇത്തരം പണികൾക്ക് ആവശ്യം പോലെ സമയമെടുത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നത്. തന്നെയുമല്ല, ചെടികളെ ഇത്തരം പണികൾ ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ ചെയ്യുകയും വേണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വളർച്ചയുടെ വ്യത്യാസം വരുമ്പോൾ അവ ഒരഭംഗിയായി തോന്നും നമുക്ക്. അങ്ങനെ എല്ലാം അടിച്ച് വൃത്തിയാക്കി നമ്മുടെ മതിലിനെ ആ ഭംഗി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇരുന്നതുപോലെയാണോ ഇപ്പോഴത്തെ അവസ്ഥ? ഈ പണികൾ നമ്മൾ ചെയ്ത് നമ്മുടെ ചെടികൾ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാകുമായിരിക്കും. എന്നാലും എല്ലാം അടിച്ചു വാരി മഴ സഹായിച്ചു, മൊത്തം ക്ലിയറാക്കി. ഇന്നത്തെ അങ്ങനെ ഒരു ദിവസം ഈ ചെടികളുടെ കൂടെ ഞാൻ ഇടപഴകിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത്രയ്ക്കും വലുതാണ്. ഈ ഒരു അനുഭൂതിയാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി കിട്ടുന്നത്. ഇത് ചെടികൾ വേണമെന്നില്ല, എന്തിലാണോ നമുക്ക് താല്പര്യം അത്തരത്തിലുള്ള ഓരോരോ കൊച്ചു പരിപാടികളിലൂടെ നമ്മൾ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
ജീവിതം എപ്പോഴും ആസ്വാദ്യകരമായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാണെൻ്റെ സന്തോഷം എന്ന യൂട്യൂബിൽ അടിച്ച് കയറി ഒരു ചാനലിൽ കയറി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ കാഴ്ചകൾ, ഒരു ദിവസത്തെ കാഴ്ചകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോയുമായി വീണ്ടും ഞാൻ വരും. നിരന്തരം എൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹൃദ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാനൽ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.